ഇന്ന് ഞാൻ ചീക്കോനെ സ്നീക്ക് ചെയ്ത് എന്റെ ക്ലാസ്സിൽ കയറ്റാൻ പോകും. അറിയാമല്ലാത്തവർക്ക് പറഞ്ഞിട്ട് ചീക്കോ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടി ചീക്കോ നെതർലാൻഡ്സിലെ ബിൽഡിംഗ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യും. പണ്ടാരടങ്ങാനായിട്ട് ഇന്നൊരു പ്രൊഫസർ കൊണ്ട് ക്ലാസ് ഇറങ്ങിയപ്പോഴേക്ക് ലേശം ലേറ്റ് ആയി. വേറെ ബസ്സൊക്കെ അറിയപ്പോൾ ദേണ്ടിരിക്കുന്ന രണ്ടാണ്. പ്രൊഫസറോട് ഞാൻ എന്ത് പറയാന്ന് വിചാരിച്ചോണ്ടിരുന്നപ്പോഴാണ് മുൻ സീറ്റിൽ പ്രൊഫസർ കുത്തിരിക്കും. ആളെ ഭയങ്കര ചുള്ളനാണ്. ഇതിൽ കയറിയപ്പോൾ തൊട്ട് ഫുഡ് എന്നും പറഞ്ഞിട്ടാണ് എല്ലാം കൂടി കരഞ്ഞോണ്ടിരുന്നത്. ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ക്ലാസ് എവിടെയും തപ്പി ഞങ്ങൾ കുറെ നേരം അലഞ്ഞപ്പോഴും ക്ലാസ്സിലേക്കൊക്കെ പോയാലല്ലേ ക്ലാസ് എവിടെയെന്ന് അറിയില്ല. അപ്പോനും കൂടി ഞങ്ങളെ പിടിച്ചുകൊണ്ടേ ക്ലാസ്സിൽ കയറ്റി. ആർക്കും ഇതുവരെ ഒരു സംശയങ്ങളും അവിടുത്തെ ആ കുട്ടികൾക്ക് പോലും ഇല്ലാത്ത ആത്മാർത്ഥതയായിരുന്നു ടീക്കോയിന് പഠിക്കാൻ. അപ്പോഴേക്കും ഞങ്ങളുടെ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട്. നാട്ടിലെ ക്ലാസ് പോലെ ഒന്നുമല്ല, നമുക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി, നമ്മൾ ആരും നിർബന്ധിക്കൊന്നുമില്ല പഠിക്കുന്നു. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്. ഇന്ന് ഇവിടെ ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഒരു പ്രസന്റേഷൻ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴേക്കും ബാക്ക് ബെഞ്ചിൽ ഫുഡ് വന്നു. ഇതിങ്ങനെ വന്നും പോയി. സഹൃദയരെ ഞാനൊരു ടീമിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഞങ്ങളുടെ പേരാണ് 50 Shades of UX. യൂസർ പേഴ്സണലിലെ ആദ്യത്തെ ക്യാരക്ടറിന്റെ പേരാണ് ടിഹോ വാൽഹൈൻ. പിന്നീട് കടന്നു വരുന്നത് അർജുൻ ദാസ് 28 വയസ്സ്. മൂന്നാമതൊരാളുടെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇവള് മുന്നിരിക്കുന്നത് ലിയാൻ ഗോൾസാവിസ്. അവിടെ പോയി എന്താ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തായാലും ഒരു ടച്ചപ്പ് അത് നിർബന്ധ. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവൻ. ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ. ഇതിനകത്ത് പോലും അറിയാൻ മേലാണ്ട് അവിടെ വന്ന് ഞങ്ങളുടെ കൂടെ വായി നോക്കി നിന്നു. ഇതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പാട്ട്. ടിഹോ വാൽഹൈൻ 7 വയസ്സുള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിലും വെള്ളം അടിക്കും ഒരു കുറവില്ല. പിന്നെ വേറെ ഫോട്ടോ ഒന്നും കിട്ടാതിരുന്നപ്പോഴേക്കും ഞങ്ങൾ ചീക്കോന്റെ തന്നെ കുഞ്ഞിലത്തെ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നീട് അടുത്ത പ്രസന്റേഷനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. ഇതാണ് ഞങ്ങളുടെ പ്രൊഫസറിന്റെ ഒരു മൈൻഡ്. തീർത്ത് കഴിഞ്ഞാൽ അപ്പൊ പണി. ഈ പ്രസന്റേഷൻ പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെന്റ് സെമിനാർ എന്ത് വേണേ. രണ്ടാമത്തെ റൗണ്ട് ഫുഡും വന്നു. അപ്പോൾ അത് കഴിച്ചോണ്ടിരിക്കും. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക് സാറ്റർഡേ കൊണ്ട് ക്ലാസ് വെച്ചതുപോലെ ഇന്നാണെങ്കിൽ മെൻസ് തുറക്കത്തുമില്ല. കോളേജ് കാന്റീൻ അടച്ചിട്ട വിഷമത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ച് സൂപ്പർ മാർക്കറ്റിലേക്ക് നടക്കും. പിന്നെ കുശാലായി. അവിടെ ആണെങ്കിൽ നിറയെ ബ്രെഡ് കിട്ടും. എവിടെ തിരിഞ്ഞാലും ബ്രെഡാണ് അവിടെ. ുള്ള കച്ചറ മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ബില്ലും പേ ചെയ്ത് നേരെ ഞങ്ങൾ കോളേജിലേക്ക് തിരിച്ചു പോകും. ചീക്കോ പോകുന്ന വഴി ചീക്കോന്റെ സൈസിനുള്ള ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിച്ചു. എന്തായാലും അവരുടെ പാടെ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോഴേക്കും തല്ലാൻ വന്ന പോലെയാണ് ചീക്കോ വന്നത്. അവിടെ കിടന്ന് തല്ലിപ്പിടുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് തിരിച്ചുപോയി ഞങ്ങളുടെ ജോലി ആരംഭിച്ചു. ഷിപ്പിൽ നിന്ന് ഇറങ്ങി വന്ന കുറെ പാവപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങൾ വണ്ടിയൊക്കെ വിളിച്ചു. അതാണ് വെറൈറ്റി. ഹോസ്റ്റലിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കളറിനനുസരിച്ച് ഞങ്ങൾ ടോയ്ലറ്റ് പേപ്പർ എത്തിച്ചു കൊടുത്തു. ഇത്ര പേരാണ് ഞങ്ങൾ രക്ഷിച്ചെന്ന് അറിയാം. ഇന്ന് ഇവിടെ ജപ്പാൻ ടാഗാണെന്ന് അതിന് പോയേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി അഴക്ക് എന്നോട് എന്തോ പകയുണ്ട്. അതായത് കറക്റ്റ് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അപ്പം ഞങ്ങൾ ജപ്പാൻ ടാഗിൽ പോയിട്ട് എന്തൊക്കെ കണ്ടതെന്ന് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ